ഹലോ മക്കളെ, അപ്പൊ അങ്ങനെ ക്രിസ്മസ് എക്സാം ഒക്കെ നമ്മുടെ കഴിഞ്ഞല്ലേ? എങ്ങനെയുണ്ടായിരുന്നു എക്സാം ഒക്കെ? എക്സാം നിങ്ങൾ അടിപൊളിയായിട്ട് തന്നെ എഴുതിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, സയൻസുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് പാടായിരുന്നു. കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ കൊമേഴ്സുകാരുടെ മാത്സിന്റെ പേപ്പർ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊമേഴ്സിന്റെ ആൻസേഴ്സ് ആണ്. ഓക്കെ, കൊമേഴ്സിന്റെ ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് എത്ര ക്വസ്റ്റ്യൻ ആണുള്ളത്? യെസ്, 20 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലിപ്പോ ഞാനൊരു 3 പാർട്ടായിട്ട് തിരിക്കാം. മാർക്കിന്റെ ബേസിസിൽ തിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ സെക്ഷൻ നമുക്ക് തരുന്നത് എന്താണ്? 3 മാർക്കിന്റെ വീതം 6 ക്വസ്റ്റ്യൻ എഴുതാൻ ചോദിക്കും. എവിടെന്നാ? 1 തൊട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 തൊട്ട് ക്വസ്റ്റ്യൻ നമ്പർ 8 ഏതെങ്കിലും 6 ക്വസ്റ്റ്യൻ എഴുതാൻ ചോദിക്കും. അതിന്റെ മാർക്ക് എത്ര ആയിരിക്കും? 3 മാർക്ക് വീതമായിരിക്കും അതിന്. ഇനി അടുത്ത സെക്ഷനോ? യെസ്, 4 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ സെക്ഷനാണ് അടുത്തത്. അതിനകത്ത് നമ്മളടുത്ത് 6 ക്വസ്റ്റ്യൻ എഴുതാൻ ചോദിക്കും. എത്രതിനകത്തുനിന്ന്? 9ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ട് 16ാമത്തെ ക്വസ്റ്റ്യൻ വരെ ഉള്ളതിനകത്തുനിന്ന് 6 ക്വസ്റ്റ്യൻ എഴുതാൻ ചോദിച്ചു. ഇനി അടുത്ത പാർട്ടിലോ 6 മാർക്കിന്റെ ക്വസ്റ്റ്യന്റെ സെക്ഷനാണ് അല്ലേ? അതിനകത്തുനിന്ന് 3 ക്വസ്റ്റ്യൻ ആണ് എഴുതാൻ വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 17 തൊട്ട് 20 വരെ ഉള്ളതിനകത്തുനിന്ന് ഏതെങ്കിലും 3 എണ്ണം എഴുതാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഈ വന്ന ക്വസ്റ്റ്യൻ പേപ്പറിന്റെ മാർക്കിങ് നോക്കുവാണെങ്കിൽ നോക്കിക്കേ, സെറ്റിന്റെ ചാപ്റ്ററിനകത്തുനിന്നാണെങ്കിൽ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വന്നു, 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, അങ്ങനെ ടോട്ടൽ എത്ര മാർക്കിന്റെ വന്നടാ? 13 മാർക്കിന്റെ ക്വസ്റ്റ്യൻ സെറ്റിന്റെ ചാപ്റ്ററിനകത്തത് വന്നു. ഇനി റിലേഷൻസ് ആൻഡ് ഫംഗ്ഷന്റെ എടുക്കുവാണെങ്കിലോ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും വന്നു. ടോട്ടലി 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനകത്തുനിന്ന് വന്നു. ഇനി ട്രിഗ്നോമെട്രിയുടെ കേസിലോ സെയിം, 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും വന്നു. ടോട്ടലി 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വന്നു. കോംപ്ലക്സ് നമ്പേഴ്സിനകത്തുനിന്നോ യെസ്, 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും ഓരോ ക്വസ്റ്റ്യൻസ് ടോട്ടൽ 7 മാർക്കിനകത്ത് ചോദിച്ചു. ലീനിയർ ഇൻഇക്വാലിറ്റീസിനകത്തുനിന്ന് ഇപ്രാവശ്യം 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. പെർമിറ്റേഷൻ കോമ്പിനേഷനോ യെസ്, 10 മാർക്കിന് ചോദിച്ചു. എങ്ങനെ? 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും 6 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ. ബൈനോമിയൽ തിയറത്തിനകത്തുനിന്ന് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു. സീക്വൻസ് ആൻഡ് സീരീസിനകത്തുനിന്നോ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യനും ടോട്ടലി 7 മാർക്കിന് ചോദിച്ചു. സ്ട്രെയിറ്റ് ലൈൻസിനകത്തുനിന്നും കോണിക് സെക്ഷനകത്തുനിന്നും 3 മാർക്കിന്റെ ഓരോ ക്വസ്റ്റ്യനും 6 മാർക്കിന്റെ ഓരോ ക്വസ്റ്റ്യനും ചോദിച്ചു. ടോട്ടലി സ്ട്രെയിറ്റ് ലൈൻസിനകത്തുനിന്നും 9 മാർക്ക്, കോണിക് സെക്ഷനകത്തുനിന്നും 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ടോട്ടലി വന്നേക്കുന്നത്. ഇനി നമ്മുടെ 3 ഡയമെൻഷണൽ ജോമെട്രിക്കകത്തുനിന്ന് 4 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഈ എക്സാമിന് വന്നേക്കുന്നതിന്റെ വെയിറ്റേജ് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പൊ നോക്കിയേ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിനാണ് വന്നേക്കുന്നത്? യെസ്, നമ്മുടെ സെറ്റിനകത്ത് നല്ല വന്നേക്കുന്നത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് മക്കളെ ആദ്യം പറഞ്ഞേക്കുന്നത്? നമ്മുടെ സെറ്റ് എ തന്നിട്ടുണ്ട്, അതിനെ റോസ്റ്റർ ഫോമിലാക്കാനാണ് വന്നേക്കുന്നത്, റോസ്റ്റർ ഫോമിലേക്ക്. അപ്പൊ റോസ്റ്റർ ഫോമിൽ വരുമ്പോൾ എന്താ വന്നേക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? സെറ്റ് ബിൽഡർ ഫോമിൽ വന്നേക്കുന്നത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് such that x is a natural number. x എന്ന് പറയുന്നത് എന്താ? യെസ്, 1നും 5നും ഇടയ്ക്കാണ്. 1ഉം 5ഉം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് അല്ലേ? 1ഉം 5ഉം ഇൻക്ലൂഡഡ് ആണ്. ദാണ്ടേ കണ്ടോ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള സൈൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മിസ് പറഞ്ഞിട്ടുണ്ട് എന്താണ് അത്? ഇൻക്ലൂഡഡ് ആയിരിക്കും. അപ്പൊ നമ്മുടെ സെറ്റിന്റെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ എന്തായിരിക്കും വരുന്നത്? യെസ്, 1 2 3 4 5 എന്നുള്ളതാണ് എന്ത്? നമ്മുടെ റോസ്റ്റർ ഫോമിൽ നമ്മുടെ സെറ്റ് എ എഴുതുമ്പോൾ കിട്ടുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഇനി നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്? യെസ്, എ യൂണിയൻ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. എ യൂണിയൻ ബി. എടാ മക്കളെ, എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, എയിലെ എലമെന്റ്സിനെയും ബിയിലെ എലമെന്റ്സിനെയും എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? എ യൂണിയൻ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ നോക്കിയേ, ഇവിടെ നമ്മളപ്പം ബിയെ നമ്മൾ ഒന്നുകൂടെ എടുത്ത് എഴുതി. ആൻസറിലേക്ക് എഴുതുമ്പോൾ എന്ത് എഴുതണം? എ നമ്മൾ റോസ്റ്റർ ഫോമിൽ നിന്ന് എഴുതി, ബി ക്വസ്റ്റ്യൻ അത് കിടക്കുന്നത് ആൻസർ പേപ്പറിലേക്ക് ഒന്നുകൂടെ എടുത്ത് എഴുതിയിട്ട് വേണം എഴുതാൻ, മറന്നു പോരുതേ. ഓക്കെ, തന്നെ നോക്കിയേ. അപ്പം എ യൂണിയൻ ബി എന്തായിരുന്നു മക്കളെ വന്നത്? 1 2 3 4 5 7 9 ഇതായിരുന്നു നമ്മുടെ എ യൂണിയൻ ബി. ഇനി അടുത്ത വെച്ചേക്കുന്നത് യെസ്, എ ഇന്റർസെക്ഷൻ ബി ആണ് ചോദിച്ചേക്കുന്നത്. എ ഇന്റർസെക്ഷൻ ബി എന്ന് വെച്ചാൽ എന്താ? ഇന്റർസെക്ഷൻ എന്ന് വെച്ചാൽ 2 സെറ്റിനകത്തും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാണോ അതിനെ നമ്മൾ എടുത്ത് ഒരു സെറ്റാക്കി എഴുതുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? ഇന്റർസെക്ഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ? അപ്പൊ നോക്കിയേ, എ ഇന്റർസെക്ഷൻ ബി എന്താണ് മക്കളെ? 3 5. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? യെസ്, ഇഫ് x plus 1, y minus 2 equal to 3 1. Find the value of x, y. ഏത് ചാപ്റ്ററിലാ? യെസ്, നമ്മുടെ 2ാമത്തെ ചാപ്റ്ററിൽ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷനിലാണ് നമ്മുടെ എക്സാമിന്റെ 2ാമത്തെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ പാർട്ട് 2 മാർക്കിന് ചോദിച്ചേക്കുന്നത്. അതെങ്ങനെ എഴുതുവാടാ? എടാ സിമ്പിൾ ആടാ. നോക്കിയേ, എക്സ് പ്ലസ് 1 ഇനി ഈക്വൽ ടു, ദാണ്ട് ഇവിടെ നോക്കിയേ, ഈക്വൽ ടു 3 എന്നാക്കി എഴുതുക. ഇതിനകത്തുനിന്ന് എക്സ് കണ്ടുപിടിക്കുമ്പോൾ എക്സ് എന്ത് വരും?
2 വരും. ഇനി y മൈനസ് 2 ഈക്വൽ ടു എന്തെന്ന് എഴുതണം? യെസ് 1 എന്ന് വരും അല്ലെ. എന്നിട്ട് y വരുമ്പോൾ എന്താ ആൻസർ വരുന്നത്? y ഈക്വൽ ടു 3 എന്ന് നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റിനോ, അടുത്ത പാർട്ട് എന്താ? സെക്കൻഡ് ക്വസ്റ്റിനകത്ത് സെക്കൻഡ് പാർട്ട് എന്താ ചോദിച്ചേക്കുന്നത്? കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് കാണാൻ. നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിനകത്ത് ആദ്യം നമ്മൾ പഠിക്കുന്ന ടോപ്പിക് ആണല്ലേ. യെസ്, ക്രോസ് പ്രോഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം എ എന്നും ബി എന്ന് പറഞ്ഞ രണ്ട് സെറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ ക്രോസ് പ്രോഡക്റ്റ് എഴുതിയപ്പോൾ എന്താ വരുന്നത് മക്കളെ? ഏതാണ്ട് 7 5 7 4 7 2 8 5 8 4 8 2. എ ക്രോസ് ബി എന്ന് എഴുതുമ്പോഴത്തേക്കും ഫസ്റ്റ് എലമെന്റ് വരുന്നത് എയിനകത്തുനിന്നും സെക്കൻഡ് എലമെന്റ് വരുന്നത് ബിക്കകത്തുനിന്നും ആയിരിക്കും. മറന്നു പോകരുത്. ഓക്കെ, നിങ്ങളത് കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ ട്രിഗ്നോമെട്രിക്കകത്തുനിന്നാണ്. ഈ പ്രശ്നം ട്രിഗ്നോമെട്രിക്ക് നല്ല അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട് അല്ലേ. യെസ്, അത് നോക്കിയേ. ആദ്യം എന്താ പറയുന്നത്? 120 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എത്ര റേഡിയൻ ആടാ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. യെസ്, 2π/3 റേഡിയൻ ആണ് 120 ഡിഗ്രി എന്ന് പറയുന്നത് അല്ലേ. ഇനി അടുത്ത് നോക്കിയേ. അടുത്ത നമ്മോട് ചോദിച്ചേക്കാണ് സൈൻ x ഈക്വൽ ടു -3/5. ഇത് എവിടെ കിടക്കുന്നത്? സൈൻ x ഈക്വൽ ടു -3/5. എക്സ് ലൈസ് ഇൻ ദി തേർഡ് ക്വാഡ്രന്റ്. എവിടാണ്? തേർഡ് ക്വാഡ്രന്റിലാണ് എക്സ് ഉള്ളത്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദി കോസ് എക്സ് ആൻഡ് ടാൻ എക്സ്. കോസ് എക്സിന്റെയും ടാൻ എക്സിന്റെയും വാല്യൂ കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നു. എടാ മക്കളെ, നമ്മളൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. എന്താണ്? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി നോക്കിയേ, ഇതിനകത്തുനിന്ന് സൈൻ എക്സ് ഈക്വൽ ടു -3/5 എന്ന് വന്നു കഴിഞ്ഞാൽ സൈൻ സ്ക്വയർ എക്സ് എന്താടാ? യെസ്, 9/25 എന്ന് വരികയല്ലേ. 9/25 എന്ന് വരും. അത് നമ്മൾ ഈ ഇക്വേഷൻ അതോട്ട് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കോസ് സ്ക്വയർ എക്സ് കിട്ടിയല്ലേ ഇല്ലേ. അപ്പൊ നമ്മുടെ കോസ് എക്സ് എന്താ വരുന്നത്? കോസ് എക്സ് എന്ന് പറയുന്നത് +or-4/5 വരും. ഇനി നോക്കിയേ, +or-4/5 എന്നാണ് മിസ് ഇക്വേഷനകത്ത് നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി നമ്മുടെ സൈൻ എന്താന്ന് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? നമ്മുടെ അടുത്ത് പറഞ്ഞു എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. തേർഡ് ക്വാഡ്രന്റില് കോസിന്റെ വാല്യൂ എത്രയാണ് മക്കളെ? യെസ്, നെഗറ്റീവ് ആണ് അല്ലെ. കോസിന്റെ വാല്യൂ നെഗറ്റീവ് ആണ്. അപ്പൊ എന്ത് വരും? -4/5 എന്നുള്ളത് വരും. എന്തുകൊണ്ട് അവിടെ മൈനസ് എടുത്തേ? ഇവിടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത് സൈൻ എക്സിനകത്ത് എക്സ് കിടക്കുന്നത് തേർഡ് ക്വാഡ്രന്റിലാണെന്ന്. ദെൻ അടുത്ത നോക്കിയേ. അടുത്ത നമ്മൾ ടാൻ എക്സ് കാണാനായിട്ട് എന്താ ചെയ്യണ്ടേ? ഒന്നുമില്ലടാ മക്കളെ. നോക്കിയേ, ടാൻ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? സൈൻ എക്സ് ഡിവൈഡഡ് ബൈ കോസ് എക്സ് അല്ലേ. ഈക്വൽ ടു ആണ് ടാൻ എക്സ് വരുന്നത്. ഇവിടെ നമുക്ക് സൈൻ എക്സിന്റെ വാല്യൂ -3/5 വന്നിട്ടുണ്ട് ബൈ കോസ് എക്സിന്റെ വാല്യൂ എത്ര വന്നേക്ക് നമ്മൾ കണ്ടുപിടിച്ചേ? -4/5 തന്നിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഈക്വൽ ടു എന്ത് വരും ഇവിടെ? യെസ്, 3/4 എന്ന് വരും. സിമ്പിൾ അല്ലേ. ഈക്വൽ ടു എന്താണ്? ടാൻ എക്സ്. ഓക്കെ, സിമ്പിൾ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ദേ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. 4ന്റെ ആദ്യത്തെ പാർട്ട് i⁻10 ഈക്വൽ ടു എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. i⁻10. എടാ മക്കളെ, നമ്മളിത് പഠിക്കുമ്പോൾ ഒരു ടെക്നിക്ക് പഠിച്ചായിരുന്നു. എന്തായിരുന്നു? i⁴k പ്ലസ് എന്താണോ വരുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് സൈൻ വരുന്നത് അല്ലേ. ഇവിടെ നോക്കിയേ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതും? i⁻10നെ നമുക്ക് എങ്ങനെ എഴുതാം? i⁻10 ഈക്വൽ ടു i⁴ ഇൻറ്റു 2 പ്ലസ് 2 എന്ന് എഴുതില്ലേ. അതാണ്ട് ഇവിടെ നോക്കിയാൽ ഇവിടെ 2 അല്ലേ വരുന്നത്. ഈക്വൽ ടു അപ്പൊ എന്താണ്? ഈക്വൽ ടു i⁻2. i⁻2 എന്താണ് വരുന്നത്? യെസ്, -1. അതാണ്ട് സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടിയില്ലേ. ദെൻ അടുത്ത നോക്കിക്കേ. അടുത്ത പാർട്ട് എന്താ നമ്മുടെ അടുത്ത് പറയുന്നത്? നമ്മുടെ നാലാമത്തെ ക്വസ്റ്റ്യന്റെ സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? യെസ്, 1 + 2i ഇൻറ്റു 3 - 4i എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ഫോമിലേക്ക് ആക്കണം? a + ib ഫോമിലേക്ക് ആക്കണം. നോക്കിയേ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അങ്ങ് മൾട്ടിപ്ലൈ ചെയ്തേക്കണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരുവാടാ? 3 - 4i + 6i - 8i² എന്ന് വരും അല്ലെ. അപ്പൊ ഈ 4iനെയും 6iനെയും കൂടെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? -4iനെയും + 6iനെയും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരുവാടാ? നോക്കിയേ, 3 + 2i - 8i² എന്ന് വരും അല്ലേ. അതിൽ താണ്ടെ i² വാല്യൂ എത്ര മക്കളെ? i² വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. -1 ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ -1നെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 11 + 2i എന്ന ആൻസർ കിട്ടും. എത്ര കിട്ടുന്നത്? 11 + 2i എന്ന് നമുക്ക് ആൻസർ കിട്ടും. എന്നാട്ടെ ഏത് ഫോമിലാ? a + ib ഫോമിലായില്ലേ. സിമ്പിൾ അല്ലേ. യെസ്, ഇത് എത്ര മാർക്കിനാണ് ചോദിച്ചേക്കുന്ന? 3 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണല്ലേ.
താണ്ടേ ഇത് നോക്കിയേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. യെസ്, നമ്മുടെ ലീനിയർ ഇനിക്വാലിറ്റീസിനകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത് പറഞ്ഞു 7x + 3 5x + 9 എങ്ങനെ സോൾവ് ചെയ്യടാ? കണ്ടു നോക്കിയേ. 7x നിന്ന് 5x കുറയ്ക്കുമ്പോൾ 2x, ദെൻ ഇപ്പുറത്ത് 9 - 3 വരുമ്പോൾ എന്താ 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടൂടാ മക്കളെ? യെസ്, എക്സ് ലെസ് ദാൻ 3 എന്ന് കിട്ടും അല്ലെ. എക്സ് ലെസ് ദാൻ 3, 3യെ കാട്ടിലും ചെറുതാണ് എക്സ് എന്ന് കിട്ടും. ഇനി നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുവാണ് എന്താണ് ഇതിനെ നമ്മൾ നമ്പർ ലൈനിലേക്ക് വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? ദാണ്ട് മിസ് ഒരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. ദാണ്ട് നോക്കിക്കേ, ഇവിടെ വരച്ചേക്കുന്നതിനകത്തുനിന്ന് മിസ് ദാണ്ട് ഇവിടെ ഒരു സർക്കിൾ ഇട്ടേക്കുന്നുണ്ടോ? ഇതെന്താ മക്കളെ? യെസ്, 3 ഇവിടെ ഇൻക്ലൂഡഡ് അല്ല. 3 ഇവിടെ ഇൻക്ലൂഡഡ് അല്ല. 3ക്ക് താഴോട്ടുള്ള ബാക്കി ഈ റെഡ് ഇട്ടേക്കുന്നതാണ് എന്ത്? നമ്മുടെ ഗ്രാഫിനെ മാർക്ക് ചെയ്യേണ്ട ബോൾഡ് ആയിട്ട് ഇതാക്കേണ്ട വരുന്നത്. ഓക്കെ, അപ്പൊ മിസ് ഇവിടെ റെഡ് കൊണ്ടാണത് ഷെയ്ഡ് ചെയ്തേക്കുന്നത്. ഓക്കെ, ഷെയ്ഡഡ് പാർട്ട്. തന്റെ ഈ 3നെ സർക്കിൾ ചെയ്തേക്കുന്നത് എന്താ? 3 ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താ മക്കളെ? ആറാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് യെസ്, നമ്മുടെ സീക്വൻസും സീരീസിനകത്തുനിന്ന് ജോമെട്രിക് പ്രോഗ്രഷനകത്തുനിന്ന് വരുന്ന അല്ലെ ജോമെട്രിക് പ്രോഗ്രഷൻ. അതെന്താ മക്കളെ പറയുന്നത്? ഇൻസേർട്ട് two numbers between 3 and 81 so that the resulting sequence is a GP. അപ്പം നമ്മുടെ അടുത്ത് നമ്പർ ഇൻസേർട്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. എത്ര നമ്പർ ഇൻസേർട്ട് ചെയ്യണം? 2 നമ്പർ ഇൻസേർട്ട് ചെയ്യണം. ഇതൊരു GP ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ അതിന്റെ സീക്വൻസ് വരുന്നത്? യെസ്, AR സ്ക്വയർ AR³ എന്നുള്ള രീതിയിലാണ് നമ്മുടെ GPയുടെ സീക്വൻസ് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ A എന്ന് പറയുന്നത് നമ്മുടെ 3 ആയിരിക്കും. AR³ എന്ന് പറയുന്നത് 81 ആയിരിക്കും അല്ലെ. AR³ = 81 എന്ന് എടുക്കുവാണെങ്കിൽ R³ എത്ര മക്കളെ? യെസ്, 27 വരും. അപ്പൊ R എന്താണ്? 3. അങ്ങനെയാണെങ്കിൽ A = എത്രയാണ്? A = 3 വന്നു. R = 3 വന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സീക്വൻസ് എന്ത് വരും? യെസ്, AR എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് ടേം വരുന്നത്. അപ്പൊ 9 വരും. ദെൻ അടുത്തത് AR² എന്നുള്ളത് തേർഡ് ടേം. എത്ര? 27. അങ്ങനെയാണ് നമ്മുടെ കംപ്ലീറ്റ് സീക്വൻസ് എന്താണ്? 3, 9, 27, 81 എന്നുള്ളതാണ് നമ്മുടെ കംപ്ലീറ്റ് ഇത് വരുന്നത്. ദെൻ അടുത്ത നോക്കിക്കേ. അടുത്ത നമ്മുടെ അടുത്ത് എന്താ പറയുന്നത്? യെസ്, നമ്മുടെ സ്ട്രെയിറ്റ് ലൈനകത്തുനിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Find the distance of the point 3 - 5 from the line 3x - 4y - 26 = 0. അപ്പൊ നമുക്ക് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഏതാണ്? 3 - 5 എന്ന് പറഞ്ഞ പോയിന്റ് തന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്കൊരു ലൈനിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 3x - 4y - 26 = 0 എന്ന്. അപ്പൊ നമ്മുടെ അടുത്ത് എന്താ കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്? യെസ്, ഈ പോയിന്റിൽ നിന്നും ആ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുണ്ട്. നമ്മൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണോടാ? യെസ്, D = ax1 + modulus of ax1 + by1 + c divided by √a² + b² എന്ന് പറയുന്ന ഈ ഇക്വേഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ കണ്ടേ, ലൈനിന്റെ ഇക്വേഷനകത്ത് നിന്ന് എയും ബിയും സിയും എന്താടാ? A എന്ന് പറയുന്നത് 3 ആണ്, B എന്ന് പറയുന്നത് -4 ആണ്, C എന്ന് പറയുന്നത് -26 ആണ്. x1 എന്ന് പറയുന്നത് 3ഉം y1 എന്ന് പറയുന്നത് -5ഉം നമ്മുടെ പോയിന്റിനകത്തുനിന്ന് എടുത്തെഴുതുമ്പോഴത്തേക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഫോർമുലയ്ക്കകത്തോട്ട്, ഡിസ്റ്റൻസ് ഫോർമുലയ്ക്കകത്തോട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? മോഡുലസ് ഓഫ് 3/5 എന്ന് വരും. ഫൈനൽ ആൻസർ എത്ര വരുന്നത്? 3/5 എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. യെസ്, നമ്മുടെ എന്താണ്? പാരബോളയുടെ റിലേറ്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ എന്താടാ? y² = 12x എന്നാണ് തന്നിരിക്കുന്നത്. y² = 12x. എടാ മക്കളെ, ഇത് നോക്കിക്കേ. നമ്മുടെ ബേസിക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്തായിരുന്നു? y² = 4ax എന്നാണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ വരുന്നത്. അങ്ങനെയാണെങ്കിൽ a എത്ര വരും? y² = ഈ 4a എന്ന് പറയുന്നത് അല്ലേ, 4a = 12. അങ്ങനെയാണെങ്കിൽ a = എത്ര വരുവാടാ? a = 3 എന്ന് വരും. ഇനി നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് എന്താ? യെസ്, ഫോക്കസ് കണ്ടുപിടിക്കാനായിട്ടാണ്. നോക്കിയേ, a എന്ന് പറയുന്നത് 3 വന്നെങ്കിൽ ഫോക്കസ് എന്തായിരിക്കും പാരബോളയുടേത്? യെസ്, 3, 0 ആയിരിക്കും എന്ത്? ഫോക്കസ് ഓഫ് പാരബോള. ദെൻ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ത് വരുവാടാ? x = -3 എന്ന് വരും. x = -3 എന്ന് വരും. ഇനി നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് യെസ്, ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ലാറ്റസ് റെക്ടം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? 4a എന്നാണ് അല്ലേ. അപ്പൊ നമ്മൾ ഓൾറെഡി 4a കണ്ടുപിടിച്ചു. ഇനി 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തും എന്ത് വരും? 4 × 3 = 12 ആണ് നമ്മുടെ ലാറ്റസ് റെക്ടത്തിന്റെ
ലെങ്ത് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് തീർന്നേ. ഇതിനകത്തുനിന്ന് എത്ര ക്വസ്റ്റ്യൻ എഴുതാനാണ് പറഞ്ഞിരുന്നേ? 6 ക്വസ്റ്റ്യൻ എടുത്ത് എഴുതാനായിരുന്നു പറഞ്ഞിരുന്നത്. ഇത് എത്ര മാർക്കിന്റെ സെറ്റ് ആയിരുന്നു? യെസ്, 3 മാർക്കിന്റെ വീതമുള്ള സെറ്റ് ആയിരുന്നു. ഇനി അടുത്തതിലേക്ക് കിടക്കുകയാണ് 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിലേക്ക്. അതിനകത്തുനിന്നും 9 തൊട്ട് 16 വരെയുള്ള ക്വസ്റ്റ്യനകത്തുനിന്ന് എത്ര ക്വസ്റ്റ്യൻ എടുത്ത് എഴുതണം? 6 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. ഞാൻ നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ഏത് ചാപ്റ്റർ നാടാ? യെസ്, നമ്മുടെ സെറ്റിനകത്തു നിന്നാണ് 9ാമത്തെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. 9ാമത്തെ ക്വസ്റ്റ്യനകത്ത് ആദ്യം ചോദിച്ചേക്കുന്നത് എന്താണ്? ഇന്റർവെൽ എഴുതാൻ വേണ്ടിയിട്ട്. ഇന്റർവെൽ തന്നിട്ടുണ്ട്, അതിന് നമ്മൾ എന്തിനു എഴുതണം? സെറ്റ് ബിൽഡർ ഫോമിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട്. ഇന്റർവെൽ ഏതാ നിൽക്കുന്നത്? യെസ്, ഓപ്പൺ ഇന്റർവെൽ 6, ക്ലോസ് ഇന്റർവെൽ 12 എന്ന് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ എന്ത് വരും? സെറ്റ് ഓഫ് ഓൾ എക്സ്. അപ്പൊ എന്താ വരുന്നത്? യെസ്, 6 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12 എന്ന് വരുമല്ലേ. ഇനി അടുത്ത നമ്മുടെ എന്താ പറഞ്ഞേക്കുന്നത്? അടുത്തത് നമ്മുടെ സബ്സെറ്റ് എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. ഏതിന്റെ സബ്സെറ്റാ? സെറ്റ് 1, 2, 3 എന്ന് പറയുന്നതിന്റെ എല്ലാ സബ്സെറ്റും എഴുതാൻ വേണ്ടിയാണ്. മക്കളെ, സബ്സെറ്റ് എഴുതാൻ എളുപ്പമല്ലേടാ? എങ്ങനെ എഴുതുന്നത്? ദാണ്ടെ ഓരോ ടേമിനെ നമ്മൾ ഓരോ സെറ്റ് ആക്കി. 1ന്റെ ഒരു സെറ്റ്, ദാണ്ടെ 2ന്റെ അടുത്ത സെറ്റ്, 3യുടെ സെറ്റ്, ദെൻ 2 നമ്പർ വീതം 1, 2, 1, 3, 2, 3. ദെൻ നമ്മുടെ ഈക്വൽ സെറ്റ് ഉണ്ടല്ലോ, 1, 2, 3 ഒരുമിച്ച് എഴുതുന്നത്. അതാണ്ട് ഈക്വൽ സെറ്റും നമ്മൾ എഴുതി. ഇനി അത് കൂടാതെ നമുക്ക് ഒരു സെറ്റ് കൂടെ ഉണ്ട്. എന്താണ്? നൾ സെറ്റ് അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ്. അതും കൂടെ എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമ്മുടെ സബ്സെറ്റ് ഫുള്ള് കംപ്ലീറ്റ് ആയില്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത നമ്മുടെ ഏത് ചാപ്റ്റർ വന്നേക്കുന്നത്? യെസ്, നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ആണ് അടുത്ത് വന്നേക്കുന്നത്. ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ വരയ്ക്കാൻ വേണ്ടിയിട്ട്. മക്കളെ, ഇത് ഏത് ഫംഗ്ഷൻ ആടാ? യെസ്, സിഗ്നം ഫംഗ്ഷൻ ആണ്. അതിനകത്ത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ നമുക്ക് ആ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട് അല്ലേ. യെസ്, ഇതാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഗ്രാഫ്. നമ്മുടെ ഗ്രാഫ് വരയ്ക്കാൻ ചോദിച്ചു. പിന്നെ നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചേക്കുന്നത്? റേഞ്ചും ഡൊമൈനും എഴുതാൻ വേണ്ടി ചോദിച്ചു. ഡൊമൈൻ എത്ര മക്കളെ വരുന്നേ? ഡൊമൈൻ വരുന്നത് 6 ആണ് അല്ലെ. 6 ആണ് ഡൊമൈൻ വരുന്നത്. ഇനി റേഞ്ചോ? റേഞ്ച് എന്ന് പറയുന്നത് -1, 0, 1 ആണ് നമ്മുടെ റേഞ്ച് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, 11ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇതിനകത്തുനിന്ന് ട്രിഗ്നോമെട്രിക്കകത്തുനിന്ന് sin 15 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. സിമ്പിൾ അല്ലേ? ഏതാണ്ട് നോക്കിയേ, sin 45 - 30 എന്നുള്ള രീതിയിലേക്ക് എഴുതുക. അത് നമ്മൾ എന്ത് എഴുതും? sin 45 cos 30 minus cos 45 sin 30 എന്ന് എഴുതും. ഇന്ന് നമ്മൾ ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്താ വരുന്നത്? യെസ്, √6 minus √2/4. അതിന് നമുക്ക് എങ്ങനെ എഴുതാം? √3 - 1/2 √2 എന്ന് എഴുതാം. ഇനി അടുത്ത ക്വസ്റ്റ്യനോ? അടുത്തതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ്. ഇത് ഈ 2 ക്വസ്റ്റ്യനും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലേ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ കൊടുത്തേക്കുന്ന ഏതാ ടെക്സ്റ്റ് ബുക്കിൽ? യെസ്, cos 7x plus cos 5x sin 7x minus sin 5x എന്ന് പറയുന്നത് ഈക്വൽ ടു cot x ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദാണ്ടെ ഇത് ഏത് ഫോമാണ് മക്കളെ? മേളത്തെ നോക്കി, ഏതാണ്? നമ്മുടെ cos x plus cos y എന്നുള്ളതിന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ഇനി താഴെയോ? താഴെ ഏതാ കൊടുക്കുന്നത്? sin x minus sin y യുടെ ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 cos 7x plus 5x/2 cos 7x minus 5x/2 എന്ന മേളിൽ വരും. താഴെയോ? 2 cos 7x plus 5x/2 sin 7x minus 5x/2 എന്ന് വരും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് വരുന്നത്? യെസ്, 2 cos 6x cos x വരും. താഴെയോ 2 cos 6x sin x എന്ന് വരും. ഇതിനകത്ത് ഈ 2 2 കട്ടാവും. cos x നെ നമ്മൾ കളയാം. ബാക്കി എന്ത് വരും? cos x/sin x എന്ന് വരും. എന്താണ് മക്കളെ അത്? യെസ്, ഈക്വൽ ടു cot x ആണ്. ദെൻ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ യെസ്, നമ്മുടെ കോംപ്ലക്സ് നമ്പേഴ്സിനകത്താണ് പറഞ്ഞേക്കുന്നത്. z ഈക്വൽ ടു 4 + 3i നെ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്? കോൺജുഗേറ്റ് കണ്ടുപിടിക്കാനുണ്ട്. എന്ത് ചെയ്താൽ മതി? നമ്മൾ അടുക്കത്തെ സൈൻ ഒന്ന് മാറ്റിയാൽ മതി. പ്ലസ് മാറ്റി മൈനസ് ആക്കിയാൽ മതി. നമ്മുടെ കോൺജുഗേറ്റ് ആയി. 4 - 3i എന്നുള്ളതാണ് നമ്മുടെ കോൺജുഗേറ്റ്. ഇനി നമ്മുടെ അടുത്ത് എന്താ പറയുന്നത്? മോഡുലസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. മോഡുലസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്തായിരുന്നു? യെസ്, √a² + b² ആയിരുന്നു. ഇവിടെ a എന്താണ് മക്കളെ? a എന്ന് പറയുന്നത് 4 ആണ്. b എന്ന് പറയുന്നത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മോഡുലസ് എന്താ വരുന്നത്? യെസ്, ഈക്വൽ ടു 5 വരും അല്ലെ. ഈക്വൽ ടു 5 വരും. ഇനി നമ്മുടെ തന്നെ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/z ആണല്ലേ. അപ്പൊ 1/ നമ്മുടെ 4 + 3i എഴുതി. ഇനി മേലിലും താഴെയും നമ്മൾ എന്ത് ചെയ്യണം? ഓപ്പോസിറ്റ് ആയിട്ടുള്ള
4 - 3i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് വരുവാടാ? ദാണ്ടെ 4 - 3i ബൈ 4 + 3i ഇൻറ്റു 4 - 3i എന്ന് വരും. ഇനി നമുക്ക് എന്താ വരുന്നത്? ഇനി സോൾവ് ചെയ്യുമ്പോഴത്തേക്കും 4 - 3i ബൈ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്ക് 4² + 3² എന്ന് എഴുതാം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ എന്ത് വരും? ഈക്വൽ ടു എന്താണ് വരുന്നത്? 4 - 3i ബൈ 25 ഈക്വൽ ടു എന്ത് വരും? ഇതിനെ നമ്മൾ നമ്മുടെ a+ib ഫോമിലേക്ക് എഴുതുമ്പോഴത്തേക്കും എന്താ വരുന്നത്? 4/25 മൈനസ് 3/25i എന്ന് എഴുതും. ഇനി അടുത്ത നോക്കിക്കേ, അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ പെർമ്യൂട്ടേഷനകത്തുനിന്നാണ്. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തുനിന്നാണ്. അടുത്ത നോക്കിക്കേ, എന്താ ചോദിച്ചേക്കുന്നത്? NPN എന്ന് പറയുന്നത് എന്താണ്? 1 മാർക്കിന് ചോദിച്ചേക്കുന്നതാണ്. ഓപ്ഷൻ വന്നിട്ടുണ്ട്. എന്താ മക്കളെ? NPN എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണ്. NPN എന്ന് പറയുന്നത് n ഫാക്ടോറിയൽ ആണ്. ഇനി അടുത്ത് നോക്കിയേ, ഇത് മിസ് തലേദിവസം പറഞ്ഞിട്ട് പോയ ക്വസ്റ്റ്യൻ അല്ലേ? നോക്കിയായിരുന്നോ? ഓക്കെ, അപ്പൊ ഇത് നോക്കിയേ, ഇതെങ്ങനെയാണ്? ഇത് നമ്മുടെ പറഞ്ഞേക്കാണ് 1/6 ഫാക്ടോറിയൽ പ്ലസ് 1/7 ഫാക്ടോറിയൽ ഈക്വൽ ടു x/8 ഫാക്ടോറിയൽ എന്ന് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എക്സിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മൾ സിംപ്ലി നമ്മളൊന്ന് ക്രോസ് ചെയ്യുമ്പോഴത്തേക്കും 7 ഫാക്ടോറിയൽ പ്ലസ് 6 ഫാക്ടോറിയൽ ബൈ 6 ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ എന്ന് കിട്ടും ഈക്വൽ ടു x/8 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ഇതിനകത്ത് ഈ 6 ഫാക്ടോറിയലിനെ നമ്മൾ പുറത്തോട്ട് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് വരും മക്കളെ? 6 ഫാക്ടോറിയൽ ഇൻറ്റു 7 + 1 എന്ന് വരും ബൈ 6 ഫാക്ടോറിയൽ 7 ഫാക്ടോറിയൽ ഈക്വൽ ടു ഈ 8 ഫാക്ടോറിയൽ നമ്മൾ എങ്ങനെ എഴുതും? 8 × 7 ഫാക്ടോറിയൽ നമുക്ക് എഴുതാലോ. അങ്ങനെ എഴുതി. ഇനി നടാണ്ടേ ഈ 6 ഫാക്ടോറിയൽ രണ്ടും കട്ടായി പോയി. ഈ 7 ഫാക്ടോറിയൽ ഇവിടുത്തെ രണ്ടും കട്ടായി പോയി. ബാക്കി നമുക്ക് എന്ത് വരും മക്കളെ? x = 8 × 8 എന്ന് വരും. ഈക്വൽ ടു എത്രയാണ്? യെസ്, 64 ആണ് നമുക്ക് ആൻസർ വരുന്നത്. ഇനി അടുത്ത് നോക്കിയേ, ഇത് ഏത് ചാപ്റ്ററിലാണ്? യെസ്, ഇത് നമ്മുടെ ബൈനോമിയൽ തിയറത്തിനകത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇവിടെ നമ്മുടെ ആദ്യം ചോദിച്ചേക്കുന്നത് എന്താണ്? x + 1 ⁴ പ്ലസ് x - 1 ⁴ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അപ്പൊ അത് എത്രയാണ്? 2x⁴ പ്ലസ് 12x² പ്ലസ് 2 എന്ന് വരും. അതെങ്ങനെ നമുക്ക് കിട്ടുന്നത്? യെസ്, നമ്മുടെ ബൈനോമിയൽ തിയറത്തിനകത്തെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചേക്കുന്നത്? യെസ്, √2 + 1⁴ പ്ലസ് √2 - 1⁴ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഇത് കണ്ടുപിടിച്ചിട്ട് ഇതിനകത്തേക്ക് x = √2 എന്ന് അപ്ലൈ ചെയ്താൽ പോരെ അല്ലേ? യെസ്, അത് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ ഉത്തരം കിട്ടും. ഇനി നോക്കിക്കേ, അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നത്? നമുക്ക് 34 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, അടുത്ത ഏതാണ്? അതെ, അടുത്ത് നമുക്ക് വന്നേക്കുന്നത് വീണ്ടും GP-ക്കകത്തുനിന്ന് അല്ലെ, സീക്വൻസ് ആൻഡ് സീരീസിനകത്തെ ജോമെട്രിക് പ്രോഗ്രഷൻ റിലേറ്റഡ് ആണ്. നമുക്കൊരു GP വന്നേക്കാണ്. GP ഏതാ വന്നേക്കുന്നത്? 6, 12, 24 എന്ന് പോകുന്ന ഒരു GP വന്നിട്ടുണ്ട്. നമ്മുടെ എന്ത് കണ്ടുപിടിക്കാൻ വെച്ചേക്കുന്നത്? ആദ്യം നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കാണ് നമ്മുടെ കോമൺ റേഷ്യോ 6 കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. കോമൺ റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? യെസ്, നമ്മുടെ സെക്കൻഡ് ടേം 12 / 6 ചെയ്യുമ്പോൾ ഈക്വൽ ടു 2 എന്ന് കിട്ടും. എത്രയാണ് നമ്മുടെ കോമൺ റേഷ്യോ? 2 എന്ന് കിട്ടി. ഇനി അടുത്ത് നോക്കിയാൽ നമ്മുടെ അടുത്ത് nth ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. മക്കളെ, ഒരു GPയുടെ nth ടേം കാണാനുള്ള ഈ ഫോർമുല എന്തായിരുന്നു മക്കളെ? AR⁻n - 1 ആണല്ലേ. ഇവിടെ നോക്കിയേ, A എത്രയാണ്? ഇവിടെ A എന്ന് പറയുന്നത് നമുക്ക് 6 ആണ്. A = 6 വരും. 6 നമ്മുടെ കോമൺ റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ nth ടേം എന്ന് പറയുന്നത് എന്താണ്? nth ടേം എന്ന് പറയുന്നത് എന്താണ്? 6 × 2⁴n - 1 എന്ന് വരും അല്ലെ. ഇതാണ്ട് നോക്കിയേ, 6 × 2 × n⁻n - 1 എന്ന് വരും. 6 × 2⁻n - 1 എന്ന് വരും. ഇനി അടുത്ത് നോക്കിക്കേ, അടുത്ത് നമ്മൾ ചോദിച്ചാൽ കാണാം നമ്മുടെ 10th ടേം A10 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 10th ടേം കണ്ടുപിടിക്കാൻ ചോദിക്കുകയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ nth ടേം കണ്ടുപിടിച്ചല്ലോ, അതിൽ ആ n-ന്റെ പ്ലേസിൽ 10 ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് വരും? 6 × 2⁹ എന്ന് വരും. എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 3072 എന്ന് ആൻസർ വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് എന്താ പറയുന്നത്? അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 3 ഡയമെൻഷണൽ ജോമെട്രിക്കകത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആദ്യം തന്നെ നമ്മുടെ അടുത്ത് 1 മാർക്കിന് ചോദിച്ചേക്കാണ് എന്താണ്? 4 - 2 - 5 എന്ന് പറയുന്ന പോയിന്റ് ഒക്ടന്റില് എത്രാമത്തെ ഒക്ടന്റിലാണ് ലൈ ചെയ്യുന്നത്? എത്രാമത്തെ ഒക്ടന്റിലാണ്? യെസ്, 8th ഒക്ടന്റിലാണ്
4 -2 -5 എന്ന് പറഞ്ഞ പോയിന്റ് കിടക്കുന്നത്. ഇനി അടുത്ത നോക്കിയേ, അടുത്ത നമുക്ക് 3 പോയിന്റ് തന്നിട്ടുണ്ട്. ഏതാണ്? എ എന്ന് പറയുന്നത് 0 7 10, ബി എന്ന് പറയുന്നത് -1 6 6, സി എന്ന് പറയുന്നത് -4 9 6 എന്ന് പോയിന്റ് തന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് ചോദിച്ചേക്കാണ് ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ വെർട്ടിസസ് ആണോ എന്ന്. മിസ് പറഞ്ഞിട്ടുണ്ട് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം നമ്മള് എ ബിയും ബി സിയും എ സിയും കണ്ടുപിടിക്കണം. എ ബിയും ബി സിയും എ സിയും എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് കണ്ടുപിടിക്കണം. എന്താണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല? യെസ്, ഡിസ്റ്റൻസ് ഫോർമുല എന്ന് പറയുന്നത് റൂട്ട് x2 - x1 the whole square plus y2 - y1 the whole square. 3 dimensional geometry ആണ്. അപ്പോൾ ഒരെണ്ണം കൂടെ ഉണ്ട്. ഏതാണ്? z2 - z1 the ഓൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഡിസ്റ്റൻസ് ഫോർമുല 3 ഡയമെൻഷൻ ജോമെട്രിക്കകത്തിട്ട്. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ ബിയും ബി സിയും എ സിയും കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ നമ്മൾ ഇവിടെ കണ്ടുപിടിച്ചു. എങ്ങനെയാ കണ്ടുപിടിച്ചത് എത്രയായിരുന്നു? ഡിസ്റ്റൻസ് ഫോർമുല വിട്ട് എ ബി എന്ന് പറയുന്നത് റൂട്ട് 18 ആണെന്ന് കണ്ടുപിടിച്ചു. ബി സി എന്ന് പറയുന്നതും റൂട്ട് 18, എ സി എന്ന് പറയുന്നത് റൂട്ട് 36, അതായത് ഈക്വൽ ടു 6 എന്ന് കണ്ടുപിടിച്ചു. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആവണമെങ്കിൽ എന്തായിരിക്കണം? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്നത് ഈക്വൽ ടു എ സി സ്ക്വയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ നോക്കിക്കേ, എ ബിയുടെ സ്ക്വയർ എത്രയാണ്? എ ബിയുടെ സ്ക്വയർ ഏതാണ്ട് ഈ റൂട്ട് മാറ്റിയാൽ മതിയല്ലോ, സ്ക്വയർ കിട്ടുമല്ലോ. എത്രയാണ്? 18. ബി സിയുടെ സ്ക്വയറോ 18. എ ബിയുടെ സ്ക്വയർ 18, ബി സിയുടെ സ്ക്വയറും 18, ഈക്വൽ ടു എത്ര മക്കളെ? 36. ഈ 36 എന്ന് പറയുന്നത് എന്താണ്? യെസ്, എ സിയുടെ സ്ക്വയർ ആണ്. അപ്പൊ എന്താണ്? റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ? യെസ്. അപ്പം ട്രയാങ്കിൾ എ ബി സി ഈക്വൽ ടു ഈസ് എ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ 17ാമത്തെ ക്വസ്റ്റ്യൻ വന്നേക്കുന്നു. 17ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. 17ാമത്തെ ക്വസ്റ്റ്യനകത്ത് ഏത് ചാപ്റ്ററാ? യെസ്, നമ്മുടെ സെറ്റിന്റെ ചാപ്റ്ററിനകത്ത് നിന്നാണ് 17ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ആദ്യം തന്നെ ചോദിച്ചേക്കാണ് എന്ത്? എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കിയേ, എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ നൾ സെറ്റ് അല്ലെങ്കിൽ എം ടി സെറ്റ് 5 ആണല്ലേ. അപ്പം ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിന്റെ തലേദിവസം ചെയ്തിട്ട് പോയ ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്താണ് മക്കളെ? ഇതേ മോഡൽ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. യു ഈക്വൽ ടു, ഇവിടെ നമുക്കൊരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ട് 1 2 3 4 5 6 7 8 9 എന്ന്. പിന്നെ സെറ്റ് എയും ബിയും തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 2 4 6 8, ബി എന്ന് പറയുന്നത് 2 3 5 7. അപ്പൊ നമ്മുടെ ആദ്യം എന്ത് കണ്ടുപിടിക്കാൻ വെച്ചിരിക്കുന്നത്? എ കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? എലമെന്റ്സ് ദാറ്റ് ആർ ഇൻ യൂണിവേഴ്സൽ സെറ്റ് ബട്ട് നോട്ട് ഇൻ എ. എയിലെ എലമെന്റ്സ് ഒഴികെ ബാക്കി യൂണിവേഴ്സൽ സെറ്റിൽ ഏതൊക്കെ ഉണ്ടോ അതിനാണ് നമ്മൾ അതെടുത്ത് എഴുതുന്നതാണ് എ കോംപ്ലിമെന്റ് അല്ലേ. അപ്പൊ നോക്കിയേ, ഏതൊക്കെയുണ്ട്? 1 3 5 7 9 ആണ് എന്ത്? നമ്മുടെ എ കോംപ്ലിമെന്റ്. അപ്പൊ ബി കോംപ്ലിമെന്റ് എന്ത് വരും? ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് 1 4 6 8 9. ഇനി നമ്മുടെ അത് ചോദിച്ചേക്കാണ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം എ യൂണിയൻ ബി കണ്ടുപിടിക്കാം. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞു എ യൂണിയൻ ബി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? എയിലെ എലമെന്റ്സും ബിയിലെ എലമെന്റ്സും കൂടെ നമ്മൾ ഒരുമിച്ച് എഴുതുന്നതാണ് അല്ലേ. അപ്പൊ എ യൂണിയൻ പറയുന്നത് 2 3 4 5 6 7 8 ആണ് എ യൂണിയൻ ബി. ഇനി എ യൂണിയൻ ബിയുടെ കോംപ്ലിമെന്റ്, അപ്പൊ ഇതിന്റെ കോംപ്ലിമെന്റ് എടുക്കുമ്പോൾ എന്ത് വരണം മക്കളെ? 1 9. ഇനി നമ്മുടെ ചോദിച്ചേക്കാണ്, നമ്മുടെ എന്ത് പ്രൂവ് ചെയ്യാൻ ചോദിച്ചേക്കാണ്? എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണോ എന്ന് പ്രൂവ് ചെയ്യാൻ ചോദിച്ചേക്കാണ്. അപ്പൊ നമ്മളിപ്പം എ യൂണിയൻ ബി കോംപ്ലിമെന്റ് കണ്ടു. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് കണ്ടുപിടിക്കണം. അത് എന്താണ്? 1 9 ആണ്. അപ്പൊ എന്ത് നമ്മൾ പ്രൂവ് ചെയ്തു? അപ്പൊ നമ്മൾ എടുത്ത് എഴുതണം എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ഈക്വൽ ടു 1 9 എന്ന് നമ്മൾ എടുത്ത് എഴുതണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ നമ്മുടെ 18ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനകത്തു നിന്നാണ്. നമ്മുടെ ചോദിച്ചേക്കാണ് എന്താണ്? താണ്ടേ ഈ വേർഡിന്റെ പെർമ്യൂട്ടേഷൻ എഴുതാൻ വേണ്ടി ഇവിടെ നോക്കിയാടാ. അപ്പൊ നമ്മൾ ടോട്ടൽ നമ്മൾ എത്ര വേർഡ് ഉണ്ട്? ഇത് 1 2 3 4 5 6 7 8 9 9 ലെറ്റേഴ്സ് ഉണ്ട് അല്ലേ. അപ്പൊ നമ്മൾ 9 ഫാക്ടോറിയൽ എഴുതി. നോക്കിയേ, ഇവിടെ എ എന്ന് പറയുന്ന ലെറ്റർ 4 തവണ റിപ്പീറ്റ് ആവുന്നുണ്ട്.
എൽ എന്ന് പറയുന്ന ലെറ്റർ 2 തവണ റിപ്പീറ്റ് ആവുന്നുണ്ട്. അപ്പൊ അങ്ങനെ റിപ്പീറ്റ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ. എത്ര വരൂടാ? 7560 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതും നമ്മൾ ചെയ്തിട്ട് പോയതാണ്. NC8 ഈക്വൽ ടു NC2 എന്ന് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് എന്താ? NC10 കണ്ടുപിടിക്കാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം അതിനകത്ത് എന്ത് കണ്ടുപിടിക്കണം? N കണ്ടുപിടിക്കണം. N എന്ന് പറയുന്നത് എന്താണ്? N-8 ഈക്വൽ ടു 2 എന്നാണ് എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് N ഈക്വൽ ടു എന്ത് വരും? N ഈക്വൽ ടു 10 എന്ന് നമ്മൾ കണ്ടുപിടിക്കും. ഇനി അടുത്ത് നോക്കിയേ. അപ്പം NC10 കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നു. N എന്താ മക്കളെ? N ഈക്വൽ ടു 10 ആണെങ്കിൽ 10C10 അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇത് ഏത് ഫോമാ? NCN എന്നുള്ള ഫോം അല്ലേ? NCN ഈക്വൽ ടു എന്താണ്? NCN ഈക്വൽ ടു 1 ആണല്ലേ? അപ്പം 10C10 എന്ന് പറയുന്നത് 1 ആണ്. അതെനിക്ക് മൂന്നാമത്തെ പാർട്ടിൽ നമ്മുടെ അടുത്ത് ചോദിച്ചേക്കാണ്. In how many ways can a team of 3 boys and 3 girls be selected from 5 boys and 4 girls? അപ്പൊ നമുക്ക് 3 ബോയ്സിനെയും 3 ഗേൾസിനെയും സെലക്ട് ചെയ്യണം. എത്ര ബോയ്സ് ഉണ്ട്? 5 ബോയ്സും 4 ഗേൾസും ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണ്ടേ? നോക്കിയേ, 5 ബോയ്സിനകത്തുനിന്ന് 3 ബോയ്സിനെ എടുക്കുമ്പോഴത്തേക്കും എന്ത് വരും? 5C3. ഇനി നോക്കിക്കേ, 4 ഗേൾസിനകത്തുനിന്ന് 3 ഗേൾസിനെ എടുക്കുമ്പോൾ എന്ത് വരും? 4C3 അല്ലേ? ഇനി നമുക്ക് ടോട്ടൽ എന്ത് വരും? 10 × 4 40 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ മക്കളെ. അടുത്ത ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിനകത്തുനിന്നാ? യെസ്, നമ്മുടെ സ്ട്രേറ്റ് ലൈനിനകത്തുനിന്നാണ്. നമുക്കൊരു 3 പോയിന്റ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് 2 5, ബി എന്ന് പറയുന്നത് -3 6, സി എന്ന് പറയുന്നത് -3 5. ഇനി ഇതിനകത്തൊന്ന് നോക്കിക്കേ. ആദ്യം ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി ലൈൻ ജോയിനിങ് ദ പോയിന്റ് എ ആൻഡ് ബി. അപ്പൊ എയും ബിയും ജോയിൻ ചെയ്യുന്ന പോയിന്റില് എന്ത് കണ്ടുപിടിക്കണം? സ്ലോപ്പ് കണ്ടുപിടിക്കണം. ഇത് ഏതാ മക്കളെ ഇക്വേഷൻ? യെസ്, ഏത് ഇക്വേഷൻ ആണിത്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1 എന്നുള്ള ഇക്വേഷൻ എടുക്കണം അല്ലേ? അപ്പൊ നോക്കിക്കേ, നമുക്ക് എന്ത് വരും? 6 - 5 ബൈ -3 -2 ഈക്വൽ ടു എത്ര വരും? -1/5 എന്ന് കിട്ടും. ഇനി നമ്മുടെ അടുത്ത് എന്താ ചോദിച്ചേക്കുന്നേ? അടുത്ത നമ്മുടെ ചോദിച്ചേക്കാണ് ഇക്വേഷൻ ഓഫ് ദി ലൈൻ ജോയിനിങ് ദ പോയിന്റ് എ ആൻഡ് ബി. എ ആൻഡ് ബി എന്ന് പറയുന്ന പോയിന്റ് ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ എഴുതാം. നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിച്ചു, ഇക്വേഷൻ എഴുതാൻ വേണ്ടിയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇത് ഏത് ഫോമാ മക്കളെ? ഏത് ഇക്വേഷൻ വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്? യെസ്, y - y0 ഈക്വൽ ടു m ഇൻറ്റു x - x0 എന്ന് പറയുന്ന ഇക്വേഷൻ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഏത് പോയിന്റ് എടുക്കുന്നത്? ഏത് പോയിന്റ് എടുക്കണം? നമ്മൾ 2 എ എന്ന് പറയുന്ന പോയിന്റ് 2 5 എന്ന് പറയുന്ന പോയിന്റ് എടുക്കാം. അതിന്റെ സ്ലോപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളിപ്പോ കണ്ടുപിടിച്ച ഏതാണ്? -1/5. അപ്പൊ നമ്മൾ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? y ഈക്വൽ ടു -1/5x -27/5 എന്ന് കിട്ടും. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? യെസ്, ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് സി. ഏതാ സി? -3 5 എന്ന് പറയുന്നതാണ് നമ്മുടെ പോയിന്റ് സി. സിയിലൂടെ പാസ് ചെയ്യുന്ന, എന്നാൽ ലൈൻ ജോയിനിങ് എ ആൻഡ് ബി ഇല്ലേ, അതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ. നമ്മൾ പറഞ്ഞു നമ്മുടെ എയും ബിയും ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ സ്ലോപ്പ് എന്തായിരുന്നു? -1/5 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനിന്റെ സ്ലോപ്പ് എന്തായിരിക്കും മക്കളെ? യെസ്, 5 ആയിരിക്കും അതിന്റെ സ്ലോപ്പ് വരുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതും? ദാണ്ടേ, സി എന്ന് പറയുന്ന പോയിന്റും സ്ലോപ്പും നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ ഉപയോഗിച്ച സെയിം ഇക്വേഷൻ എന്ത് വരും? y ഈക്വൽ ടു 5x + 20 എന്ന് നമുക്ക് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യന്റെ സെയിം മോഡൽ ഒരെണ്ണം നമ്മൾ എക്സാമിന് തലേദിവസം ചെയ്തിട്ട് പോയത് തന്നെയാണ്. എന്താണ് മക്കളെ? നമുക്ക് എലിപ്സിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. എലിപ്സിന്റെ ഇക്വേഷനകത്ത് നോക്കിയേ, ഇതിനകത്ത് നമുക്ക് എന്ത് മനസ്സിലാവും? എന്താണ് ഈ 16 എന്ന് പറയുന്നത് എന്താണ്? a² ആണ്. 9 എന്ന് പറയുന്നത് b² ആണ്. അങ്ങനെയാണെങ്കിൽ a ഈക്വൽ ടു 4, b ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഇനി നമുക്ക് ഒരാളെ കണ്ടുപിടിക്കേണ്ട ഏതാണ്? സീനെ കണ്ടുപിടിക്കണം. സി ഈക്വൽ ടു എന്താണ്? √4² - 3² എന്ന് വരും, ഈക്വൽ ടു √7. ഇനി അടുത്ത് നോക്കിക്കേ. അപ്പൊ വെർട്ടിസസ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കാണ്. വെർട്ടിസസ് എന്താ മക്കളെ വരുന്നത്?
പ്ലസ് ഓർ മൈനസ് 4 0 എന്നുള്ളതാണ് എന്ത് വെർട്ടിസസ് വരുന്നത്. അടുത്ത് നമുക്ക് ഫോക്കി കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ എന്ത് വരും? പ്ലസ് ഓർ മൈനസ് √7 0 ആണ്. ഇനി ലെങ്ത് ഓഫ് മേജർ ആക്സിസ് എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ എന്താണ്? 2a ആണ്. അപ്പം 2 ഇൻറ്റു a എന്ന് പറയുന്നത് എന്താണ്? 4 ഈക്വൽ ടു 8 വരും. ഇനി ലെങ്ത് ഓഫ് മൈനർ ആക്സിസിന്റെ ഇക്വേഷൻ എന്താണ്? 2b ആണ്. അപ്പം 2 ഇൻറ്റു 3 ഈക്വൽ ടു 6 വരും. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം എന്താണ്? 2b² a എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിനകത്തോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 18/4 എന്ന് വരും ഈക്വൽ ടു 4.5. അപ്പൊ അങ്ങനെ നമ്മുടെ എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ അങ്ങനെ ക്രിസ്മസ് എക്സാം തീർന്നല്ലേ. ഇനി അപ്പം ക്രിസ്മസിന്റെ അവധിയാണ്. കുറച്ച് ദിവസം നന്നായിട്ട് എക്സാമിന്റെ പ്രഷർ എല്ലാം കളഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ മാർച്ചിലെ എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.